ഒരുപക്ഷെ കൊറോണയ്ക്ക് ശേഷം വിദ്യാഭ്യാസ രംഗത്തെ തന്നെ പിടിച്ചുലച്ചുകൊണ്ടാണ് ഓൺലൈൻ വിദ്യാഭ്യാസം കടന്നു വന്നത്. അവിടെ ഒരുപോലെ നന്മയുടെയും ചീത്തയുടെയും വശങ്ങൾ നിങ്ങൾക്ക് കാണാം. കാരണം ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിജിറ്റൽ ഡിവൈസിൻ്റെ മുൻപിലിരുന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ അപ്പാടെ പഠിക്കണം. അവിടെ കൃത്യതയോടെ ചിട്ടയോടെ ഒരു പഠനം അല്ല എങ്കിൽ ഒരുപക്ഷെ ആ വിദ്യാഭ്യാസ രീതിയെ എന്നല്ല ആ കുഞ്ഞിൻ്റെ പഠനത്തെയും ഫ്യൂച്ചറിനെയും തന്നെ അത് ബാധിച്ചേക്കാം. ഇവിടെയാണ് ഒരുപക്ഷെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അവകാശവാദങ്ങൾക്കും ഒക്കെ അപ്പുറം വിജയം കൊണ്ട്, റിസൾട്ട് കൊണ്ട് ഒരു ഓൺലൈൻ സ്റ്റഡി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ കോഴ്സ് എങ്ങനെയായിരിക്കണമെന്ന് 40 വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസൾട്ട് വഴി തെളിയിച്ചുകൊണ്ട് ഓരോ വർഷവും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ മുന്നേറുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഇപ്പോൾ അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടി ഒന്ന് പഠിക്കണം എന്നാഗ്രഹിക്കുന്നവരും ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ല, ഇനിയും പഠിച്ചാലോ എന്ന് ആലോചിക്കുന്നവരും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ കോഴ്സ് ഇനി എന്നാണ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത് തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഏറ്റവും പുതിയ ഓൺലൈൻ കോഴ്സിന് ഞങ്ങൾ തുടക്കമിടുകയാണ്. ഓൺലൈൻ കോഴ്സിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒരു രക്ഷിതാവാണ്. ഓൺലൈൻ പഠനം എന്ന് പറയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യനുകൾ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും മുന്നിലേക്ക് എത്തും. പ്രത്യേകിച്ചും അതൊരു 2ാം വരവ് കൂടിയാകുമ്പോൾ റിപ്പീറ്റേഴ്സിൻ്റെ ഒക്കെ കേസിൽ ആ ഒരു ക്വസ്റ്റ്യന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇന്ന് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ എന്നൊപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ ഓൺലൈൻ കോഴ്സിൻ്റെ കോർഡിനേറ്ററായ ശ്രീ അജയ് സാറാണ്. അപ്പോൾ അജയ്, എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളതും അതുതന്നെയാണ്. ഓൺലൈനിൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഷെഡ്യൂളിംഗ് മെത്തേഡ്? ആക്ച്വലി നമ്മളുടെ ഇപ്പോൾ ജൂൺ തൊട്ട് നമുക്ക് ബാച്ചുകളുണ്ട്. അതിൽ ഏറ്റവും പുതിയ ബാച്ച് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 25-ാം തീയതി മൺഡേ ആണ്. അപ്പോൾ ആ പ്രോഗ്രാമിനെ വെച്ച് നമ്മൾ പറയാം. നമുക്കറിയാം ബ്രില്യൻറ്റിലെ എല്ലാ കോഴ്സുകളുടെയും ഏറ്റവും പ്രൈമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് സ്റ്റുഡൻസിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് സമയത്താണെങ്കിലും, അതായത് വീക്കിലി ഓഫ്ലൈൻ കോഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് ക്ലാസ്സുകൾ സ്ട്രക്ചർ ചെയ്ത് സ്റ്റുഡൻസിലേക്ക് എത്തുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ്. പക്ഷേ നമ്മുടെ മിക്കവാറും സ്റ്റുഡൻസ് എല്ലാവരും എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ട് പറയാറുള്ളതാണ്, അതായത് പുതിയ തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും അത് അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്ത് തീർക്കാനുള്ളൊരു ധൈര്യം അവർക്ക് കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന കണ്ടിന്യൂസ് എക്സാമിനേഷൻസ് കൂടാതെ നമ്മുടെ പ്രഗത്ഭരായ പ്രൊഫസേഴ്സ് നയിക്കുന്ന ക്ലാസ്സുകൾക്ക് അതിനകത്ത് വലിയ 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 ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആഴ്ചയിൽ അവർക്ക് അവകാശപ്പെട്ട ആ സമയത്ത് മുഴുവനും നമ്മൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതാണ് റിപ്പീറ്റഡ് മെഡിക്കൽ ഓൺലൈൻ പ്രോഗ്രാമിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുന്ന കാര്യം. നമുക്ക് മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെ ഇവിടെ ഓഫ്ലൈൻകാരെ പോലെ തന്നെ എല്ലാ ദിവസവും ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻസിനും റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെ, 8 AM to 10 AM ഫസ്റ്റ് സെഷൻ, 11 AM to 1 PM സെക്കൻഡ് സെഷൻ, അതുപോലെ 3 PM to 5 PM തേർഡ് സെഷൻ വരുന്ന രീതിയിൽ റെഗുലറായി ഈ ക്ലാസ്സുകൾ സ്ട്രക്ചർ ചെയ്തേക്കുക. അതിനകത്ത് വലിയ ഡിഫറൻസുകൾ എന്നുവെച്ചാൽ ടൈമിൽ എന്താണെങ്കിലും ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ടോപ്പിക് വൈസ് ഒരു ദിവസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അവർക്ക് കറക്റ്റായിട്ട് എത്തുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ റിപ്പീറ്റഡ് ബാച്ച് സ്റ്റുഡൻസിനെയും കൂടെ പരിഗണിച്ച് നമുക്കറിയാം അവർക്കായിട്ട് നമ്മൾ പിന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈവ് ക്ലാസ്സുകളുടെ എല്ലാ റെക്കോർഡും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ആകുമ്പോൾ അവർ കുറച്ച് ചാപ്റ്ററുകളിലൊക്കെ സ്ട്രോങ് ആയിരിക്കും, അവർക്കിത് ലൈവായിട്ട് തന്നെ കാണണം എന്നില്ല. അപ്പോൾ അത് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ പെർമിഷനോട് കൂടി സ്റ്റുഡൻസിന് റെക്കോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള ടൈമിൽ അത് കാണാനും ഒക്കെയുള്ള ഓപ്ഷൻസും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ റിപ്പീറ്റേഴ്സിന് മാത്രമാണോ ഈ റെക്കോർഡിംഗ് സെഷൻ കാണാനുള്ള ഫെസിലിറ്റി, അതോ ഒരു പ്രാവശ്യം ഇപ്പോൾ ലൈവ് ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൺ സ്പോട്ടിൽ ക്യാച്ച് ചെയ്യാവണമെന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അവർക്കൊന്ന് കാണാനുള്ള സൗകര്യമുണ്ടോ? ഉണ്ട്. അതായത് നമ്മൾ ഓൺലൈൻ കോഴ്സ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ലൈവിനൊപ്പം റെക്കോർഡ് അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഓഫ്ലൈനിലാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ എന്തൊരു കാരണം കൊണ്ടൊരു ദിവസം ആബ്സെൻ്റ് ആയാൽ അയാൾ റൂമിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ റൂംമേറ്റിൻ്റെ ലൈൻ അന്ന് ക്ലാസ്സിൽ പോയ നോട്ട് ഉണ്ടാവും, അത് വെച്ച് പഠിക്കാം. പക്ഷേ ഒരു ഓൺലൈൻ സ്റ്റുഡൻറ്റ് ഇപ്പം നമുക്ക് ഒരു ദിവസം ആ ലൈവ് സമയം ഇപ്പോൾ 8 to 10 AM ലൈവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ക്ലാസ്സും സ്റ്റുഡൻസിന് മിസ്സാവരുതെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് എല്ലാ ലൈവ് ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്ത് പിള്ളേർക്ക് ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അത് കോഴ്സ് തീരുന്നത് വരെ, അതായത് നമ്മുടെ ഒറിജിനൽ നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞൊരു 10-16 ദിവസം കൂടെ അവർക്ക് പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവരുടെ സൗകര്യത്തിനനുസരിച്ച് കാണാനായിട്ട് സാധിക്കും പിള്ളേർക്ക്.
പിന്നെ അജയ് ഇപ്പോൾ പറഞ്ഞു നമ്മൾ കൃത്യമായിട്ടൊരു ഇവാലുവേഷൻ പാറ്റേണിലൂടെയാണ് പോകുന്നത്. ഒരു നമ്മളിപ്പോൾ ഓഫ്ലൈൻ ആയാലും അങ്ങനെ തന്നെയാണ്. ഒരാഴ്ച പഠിപ്പിച്ച ടോപ്പിക്കുകൾ അത് കുട്ടികൾ എങ്ങനെയാണ് പഠിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിലേക്ക് വരുമ്പോൾ ഈ ഒരു എക്സാമിനേഷൻ പാറ്റേണിന്റെ മോഡ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ആ എക്സാംസ് എന്നൊന്ന് പറഞ്ഞുതരാം. ശരിക്കും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അതായത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെഷനാണ് എന്താണല്ലോ. അപ്പോൾ സ്വാഭാവികമായും എക്സാമിനേഷൻസിന് അതിൻ്റെതായ വലിയ പ്രാധാന്യം നമ്മുടെ എല്ലാ കോഴ്സിലും ഉള്ള പോലെ റിപ്പീറ്റഡ് മെഡിക്കൽ ഓൺലൈനിലും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിന് വീക്കിലി 2 ദിവസങ്ങളിൽ നമ്മൾ എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. സാറ്റർഡേയും അവർക്ക് എക്സാം ഉണ്ട്, സൺഡേയും എക്സാമിനേഷൻ ഉണ്ട്. നീറ്റ് നമുക്കറിയാം, ഇപ്പോൾ ഈ വർഷങ്ങളിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നീറ്റ് അതിൻ്റെ വേറൊരു ഫോം നമ്മളെ കാണിച്ചു തന്ന ഒരു സമയമായിരുന്നു. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസിന് വലിയ റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിച്ചു. അവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തൊക്കെ എത്തിച്ചേരാൻ സാധിച്ചു. പക്ഷേ നമുക്കറിയാം, ഇനി മുമ്പോട്ടേക്ക് നമ്മൾ ഒന്നുകൂടെ സ്റ്റുഡൻസിനെ മെൻ്റലി കൂടി ഏത് തരത്തിലുള്ള എക്സാം വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എയിം ചെയ്തുകൊണ്ട് നമ്മൾ ബ്രില്യൻ്റ് പുതുതായിട്ട് തുടങ്ങിയൊരു രീതിയാണ് നീറ്റ് അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ, നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസിനുള്ള സെയിം. അപ്പോൾ അതേ കാര്യം നമുക്ക് ഓൺലൈൻ സ്റ്റുഡൻസിന് സാറ്റർഡേ ഈവനിങ് 7:30 to 9 ഒരു 1.5 hour നീറ്റ് അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ ഓൺലൈനായിട്ട് സ്റ്റുഡൻസിന് കൊടുക്കും. അതുപോലെ തന്നെ സൺഡേ ആണ് നമ്മുടെ ഓൺലൈൻ്റെ പ്രധാന എക്സാം ഡേ. അത് ഒരു 1:30 to 4:30 3 hour ഡ്യൂറേഷനിൽ 180 ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാമിനേഷൻ. ഇത് എല്ലാ വീക്കും നീറ്റ് വീക്കിലി എക്സാം എന്നുള്ള രീതിയിൽ അവർക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിനേഷൻ ശരിക്കും ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻസിന് എല്ലാവർക്കും ഓൺലൈനായിട്ട് എഴുതാം. ഇനി താല്പര്യമുള്ളവർക്കത് നമ്മുടെ റിപ്പീറ്റേഴ്സ് ക്യാമ്പസുകളിൽ, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും കൊല്ലം, അല്ലെങ്കിൽ തൃശ്ശൂർ, പാല, കോട്ടക്കൽ, കണ്ണൂർ, കോഴിക്കോട്, ഇവിടെയെല്ലാം അവർക്ക് ഓഫ്ലൈൻ എഴുതേണ്ടവർക്ക് ഓഫ്ലൈനായിട്ട് വന്ന് എഴുതാനുള്ള പ്രൊവിഷനും നമ്മുടെ പ്രോഗ്രാമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ ആസ് ഓഫ് നൗ എന്തായാലും നമ്മൾ ഒരു ഓൺലൈൻ പരീക്ഷ അല്ല എഴുതുന്നത്. നീറ്റ് എന്ന് പറയുന്ന ഓഫ്ലൈൻ പരീക്ഷയാണ്. അപ്പോൾ ചില കുട്ടികൾക്കെങ്കിലും ഞാൻ OMR തന്നെ ഒന്ന് എഴുതണം എന്നുള്ളവർക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ഈ പറയുന്ന സെന്ററിൽ പോയി എഴുതുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ അത് യൂട്ടിലൈസ് ചെയ്യണം എന്ന് തന്നെ ആയിരിക്കും ഒരു കോർഡിനേറ്റർ. ഉറപ്പായിട്ടും അത് പറ്റാവുന്നവർക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമുക്കറിയാം, ലാസ്റ്റ് നമ്മളുടെ ഇപ്പോൾ ചില ജില്ലകളിൽ നമുക്കിപ്പോൾ പീരിയഡ്സ് ക്യാമ്പസ് ഇല്ലാത്ത ജില്ലകളിലുള്ളവർക്ക് ഇപ്പോൾ 2 മണിക്കൂറൊന്നും ട്രാവൽ ചെയ്ത് വന്ന് എഴുതാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടി നമുക്കറിയാം, നമ്മുടെ മോഡലുകൾ ഇപ്പോൾ ജനുവരി നമ്മുടെ ടോപ്പിക്കുകൾ തീർന്നു കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ നടക്കുന്ന മോഡൽ എക്സാമിനേഷന് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായിട്ട് ഏകദേശം 36ഓളം സെൻറ്ററിൽ എക്സാം നടക്കുന്നത്. അപ്പം എന്താണെങ്കിലും അതിൽ 1-2 സെൻറ്ററോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉറപ്പായും ഉണ്ടാവും. അപ്പോൾ അവർക്ക് മോഡൽ എക്സാമുകളെല്ലാം പോയി ഓഫ്ലൈൻ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഏതെങ്കിലും സ്റ്റുഡൻസിന് അങ്ങനെ ഓഫ്ലൈൻ എഴുതാനായിട്ട് ഭയങ്കര ദൂരമാണ്, അവർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കഴിയുന്ന ഓർഡറിൽ നമ്മൾ അവർക്ക് ഹോസ്റ്റൽ കൊടുക്കും. ഏത് റിപ്പീറ്റേഴ്സ് ക്യാമ്പസുകളിലും അവർക്ക് ഹോസ്റ്റൽ കിട്ടും. ആ ക്യാമ്പസിൽ നിന്ന് അവിടെ നമ്മുടെ ഓഫ്ലൈൻ പിള്ളേരുടെ കൂടെ പോയി ആ മോഡൽ എക്സാം എഴുതാനുള്ള ഓപ്ഷൻ അവർക്ക് കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓൺലൈൻ വീക്കിലി നടക്കുന്ന പരീക്ഷ ഓഫ്ലൈനിലായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവർ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് എക്സാംസ് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ തന്നെ പോയിരുന്ന ആ സമയത്ത് എഴുതാൻ പറ്റും. എനിക്ക് തോന്നുന്നു അജയ്, വേറെയും ഒരു കാര്യം, ഇപ്പോൾ എക്സാം ആൻഡ് ക്ലാസ് അതല്ലാതെ നമ്മുടെ ഇപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സിൽ ചേരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ബാക്കി എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരിക്കും കൊടുക്കുന്നത്? ശരിക്കും ഓൺലൈൻ കോഴ്സ് ആകുമ്പോൾ തന്നെ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുണ്ട്. അവർ വീടുകളിൽ ഇരുന്ന് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഈ യാത്രാ നഷ്ടങ്ങൾ, അങ്ങനത്തെ സമയനഷ്ടങ്ങളൊന്നും ഓൺലൈൻ കുട്ടികൾക്കില്ല. അവർക്ക് മാക്സിമം ഈ സമയം ഫുള്ള് പഠനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സിനൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യില്ല. കാരണം അവർക്ക് ഇപ്പോൾ ഒരു ചാപ്റ്റർ റിവിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി ക്ലാസ്സുകൾ പോകുന്നുണ്ട്. മറ്റൊരു ചാപ്റ്റർ എനിക്ക് റെക്കോർഡ് മതി എന്നുണ്ടെങ്കിൽ ആ റെക്കോർഡിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള റിസോഴ്സ് നമ്മുടെ പ്രത്യേകിച്ച് ബ്രില്യൻ്റ് ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഡൗട്ട് ക്ലിയറൻസ് ആയിരിക്കുമല്ലോ അതിൽ ഏറ്റവും ഉണ്ട്. ഡൗട്ട് ക്ലിയറൻസ് ഫോറം അതിലൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പല സ്റ്റുഡൻസും ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഡീപ്പായിട്ടൊരു പോർഷനെ കുറിച്ചുള്ള അറിവ് വേണമെങ്കിൽ നമുക്ക് പല ലെങ്തിലുള്ള ക്ലാസ്സുകൾ ഈ ലേണിംഗ് ആപ്പിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരേ ടോപ്പിക്ക്, ഇപ്പോൾ സപ്പോസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്കത് നമ്മുടെ ലൈവ് ക്ലാസ് റൺ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ ക്ലാസ്സുകൾ കിടപ്പുണ്ട് ഈ ലേണിംഗ് ആപ്പിൽ. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കൊരു 22 സെഷനൊക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ അത് ഏതാണോ അവർക്ക് താല്പര്യം അത് സ്വിച്ച് ചെയ്ത് കാണാനുള്ള ഒരു ഓപ്ഷൻ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. അത് ഓൺലൈൻ കോഴ്സിലുള്ള സ്റ്റുഡൻസിനും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഏറ്റവും വലിയൊരു കീ പോയിന്റ് പറയേണ്ടത്. കാരണം ചില കുട്ടികൾക്ക് ഓൾറെഡി ഒരു
കോൺസെപ്റ്റ് നന്നായിട്ട് അറിയായിരിക്കും. അവർ ഇൻഡെപ്തിലുള്ള ഒരു വീഡിയോ കാണാൻ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം ഏറ്റവും ഷോർട്ടായിട്ട് പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് റിവൈസ് ഒക്കെ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റിനപ്പുറം പെട്ടെന്നൊന്ന് കേട്ടു പോകാൻ അത് സഹായിക്കും. ഇനി അതല്ല, എനിക്ക് ചില കുട്ടികളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് വരുന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് കോൺസെപ്റ്റിന് അത്ര വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഒരു പ്രത്യേകിച്ചും ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ റാദർ ദാൻ ബയോളജി. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഈ ഇൻഡെപ്തിലുള്ള വീഡിയോ ഓരോ കോൺസെപ്റ്റിനെയും അത്രയും ആഴത്തിൽ പഠിച്ചുകൊണ്ടിട്ട് അത്രയും നന്നായിട്ട് ആ വീഡിയോ കിട്ടുമ്പോൾ ഇൻഡെപ്തിലും ആ കോൺസെപ്റ്റ് പഠിക്കാൻ പറ്റും. ഒരു പക്ഷേ ഈ ലേണിംഗ് ആപ്പിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് അതും ഒരു ചാപ്റ്റർ തന്നെ പല അധ്യാപകരുടെ വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ചിലപ്പം ഒരുപക്ഷെ ഞാൻ പറയുന്ന എൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ എൻ്റെ മോഡ് ഓഫ് ടീച്ചിങ് ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേറൊരാളുടെ ലാംഗ്വേജിൽ വേറൊരാളുടെ വേ ഓഫ് ടീച്ചിങ്ങിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഒരേ സമയം ആക്സസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി അല്ലേ? അതപ്പോൾ ക്ലാസ് ടീച്ചേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ അവരത് ഗൈഡ് ചെയ്യുകയും ചെയ്യും. അത് അവരോട് പെർമിഷൻ എടുത്ത് നമുക്ക് ആ സെഷൻസ് അറേഞ്ച് ചെയ്ത് എങ്ങനെ കാണണം എന്നുള്ളൊരു ക്ലാസ് മെന്റേഴ്സ് അതിന് സപ്പോർട്ട് ഉണ്ടാവും. ആ രീതിയിൽ അവർക്ക് അത് അറേഞ്ച് ചെയ്ത് ഈ ക്ലാസ് മെന്റേഴ്സ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ നമുക്കറിയാം എപ്പോഴും ക്ലാസ് മെന്റേഴ്സ് ഓരോ കുട്ടിയും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഒരു മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ ഒരു മാർക്ക് കൂടി ഒരു ഫ്ലക്ച്വേഷൻ വരുമ്പോൾ തന്നെ പാരൻസിനെ വിളിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഇവിടുത്തെ മെന്ററിങ് സിസ്റ്റം ഏറ്റവും നന്നായിട്ട് തന്നെ പോകുന്നതുകൊണ്ടാണ് ഓരോ കുട്ടിയെയും ഇവിടുത്തെ ഡയറക്ടേഴ്സിന് ഉൾപ്പെടെയുള്ള എത്രയോ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. 10,000-കണക്കിന് കുട്ടികളുണ്ടെങ്കിൽ പോലും ഓരോ കുട്ടിയെയും ഇൻഡിവിജ്വൽ ആയിട്ട് തിരിച്ചറിയുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഓൺലൈൻ കുട്ടികൾ ഒരുപക്ഷെ അവർ ഈ പറയുന്ന പോലെ ക്യാമ്പസിലല്ല, ദൂരെയാണ്. ഇപ്പോൾ രക്ഷിതാക്കളെങ്കിലും വിചാരിക്കുന്നുണ്ടാവാം ഞങ്ങൾ ക്യാമ്പസിൽ നിന്ന് ഇത്രയും മാറിയിട്ടാണ് ഞങ്ങളെ എങ്ങനെയാണ് ക്യാമ്പസുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് ക്യാമ്പസുമായിട്ടുള്ള ഒരു ഫിസിക്കൽ കണക്ഷൻ ഇല്ല അവർക്ക് ആകെയുള്ളത് ഈ ഒരു ഡിജിറ്റൽ കണക്ഷൻ മാത്രമാണ്. അതെങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ശരിക്കും നമ്മുടെ പ്രോഗ്രാം ഞാൻ ഓൺലൈൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും നിർബന്ധ ബുദ്ധിയോട് കൂടി ചെയ്തിരുന്നൊരു കാര്യമാണ് മെൻറ്റർ സപ്പോർട്ട്. കാരണം നമ്മുടെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഡോക്ടറായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പഠിക്കുന്ന ചില സ്റ്റുഡൻസിൻ്റെ പേരൻസ് പോലും ഇവിടെ പഠിച്ചവരാണ്. അപ്പോൾ അന്ന് വരുന്നവർ തൊട്ട് എല്ലാവരും ബ്രില്യൻറ്റിലെത്തിയാൽ ആദ്യം അന്വേഷിക്കുന്നത് പൊതുവെ അവരുടെ ക്ലാസ് ടീച്ചേഴ്സിനെയാണ്. അപ്പോൾ അത്രയും എന്താ പറയുക ഒരു ഇൻഡെപ്ത് കണക്ഷൻ ക്ലാസ് ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ബ്രില്യൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴും ഈ ഒരു എന്താ പറയുക ആ ഒരു കണക്ഷൻ, ആ ഒരു ബോണ്ട് എങ്ങനെ നമുക്ക് കൊണ്ടുവരാന്നുള്ളത് ആദ്യമേ തന്നെ നമ്മൾ ആലോചിച്ചിരുന്നു. അതുകൊണ്ട് ശരിക്കും നമ്മുടെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ആണ് വരുന്നത് അത്രയും തന്നെ സ്റ്റുഡൻസെ ഒരു ക്ലാസ് മെൻറ്ററിന് ഓൺലൈൻ ബാച്ചിലും കൊടുത്തിട്ടുള്ളൂ. ശരിക്കും ആ ക്ലാസ്സിനെ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഒരു ഇത്ര അതായത് ഓൺലൈനും നമുക്ക് ഓഫ്ലൈൻ പോലെ തന്നെ ബാച്ച് വൈസ് ആണ്. ഓരോ ബാച്ചിനും ഓരോ മെന്റർ ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഓരോ കുട്ടിക്കും മെന്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടും. അത് നമുക്ക് വളരെ നിർബന്ധമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു 200 പേർക്ക് ഒരു ക്ലാസ് ടീച്ചർ അല്ല, ഒരു 60 to 65 സ്റ്റുഡൻസിന് ഒരു ക്ലാസ് ടീച്ചർ. ആ ടീച്ചർക്ക് വേറെ ഒരു കോഴ്സുകൾ ഇവിടെ ഉണ്ടായിരിക്കില്ല. ആ ടീച്ചർക്ക് ഒരു ഒറ്റ ബാച്ച് ആ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പം എക്സാമിനേഷൻ ത്രൂ ഔട്ട് ആ കൊച്ച് ക്ലാസ്സസ് ആപ്പിലും ഇ ലേണിംഗ് ആപ്പിലും വീഡിയോസ് കാണുന്നത്, എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത്, ത്രൂ ഔട്ട് ആ കോഴ്സിൽ എന്തൊക്കെ ആ സ്റ്റുഡൻറ്റ് ചെയ്യുന്നുണ്ടോ അത് മുഴുവനും ക്ലാസ് ടീച്ചറിൻ്റെ അണ്ടർ കൺട്രോളിലും മോണിറ്ററിങ്ങിലും ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഒരു പേരൻറ്റിന് ഒരു കാര്യം സ്റ്റുഡൻറ്റിന് ആ കോഴ്സിൽ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ക്ലാസ് ടീച്ചറിനോട് ചോദിച്ചാൽ അത് മുഴുവനും എന്താണെന്നുള്ളത് കൃത്യമായ പിക്ചർ കൊടുക്കാൻ ക്ലാസ് ടീച്ചർക്ക് സാധിക്കും. മാത്രമല്ല ഒരു എന്താ പറയുക ഒരു പേരൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഓൺലൈനിൽ ഇവർ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഡീൽ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് മെൻറ്റേഴ്സ് അവർക്കുള്ളത്. അപ്പോൾ ആ ഒരു സിസ്റ്റം വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു 3 ലെവൽ സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് നമ്മൾ ഇതിനു വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡയറക്ടേഴ്സ് ഉണ്ട്, കോർഡിനേറ്റേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സ്, ഈ 3 സെക്ഷനും അവർക്ക് സപ്പോർട്ടിനുണ്ട്. ഇപ്പോൾ പിന്നെ വീട്ടിലാണ് ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ റിപ്പീറ്റേഴ്സ് ക്യാമ്പസുകളിൽ തന്നെ അവർക്ക് കൗൺസിലിംഗ് ഫെസിലിറ്റി കൊടുക്കും. ഇനി അല്ല അവർക്ക് ഫോൺ ത്രൂ ആണെങ്കിൽ നമ്മൾ അങ്ങനെയും കൗൺസിലിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഓഫ്ലൈൻ സ്റ്റുഡൻറ്റിന് കിട്ടുന്ന എല്ലാ മെൻറ്റർ സപ്പോർട്ടും ഓൺലൈൻ സ്റ്റുഡൻസിനും കിട്ടുമെന്ന് ഉറപ്പാക്കിയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. കാരണം എപ്പോഴും നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ അത് തന്നെ ആയിരിക്കും. കാരണം ക്ലാസ്സിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും അവിടെയുള്ളൊരു ടീച്ചർ അല്ലെങ്കിൽ അവിടെയുള്ള സിസ്റ്റം ആ കുട്ടിയെ കാണുന്നു, കേൾക്കുന്നു, അങ്ങനെ നമുക്കൊരു ഫിസിക്കൽ ഇൻട്രാക്ഷന് ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു അവസരമുണ്ട്. പക്ഷേ ഈ ഓൺലൈനിൽ പഠിക്കുമ്പോൾ ആ ഒരു ഇൻട്രാക്ഷനാണ് പല സ്ഥലത്തും നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നതും. നിങ്ങൾ പഠിച്ചു, നിങ്ങൾ കണ്ടു. അതിനപ്പുറം ഓരോ കുട്ടിയും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ കുട്ടിയും ഓരോ ക്ലാസ് കണ്ടിട്ടുണ്ടോ, എത്ര സമയം അത്
കണ്ടു, ആ എക്സാം എഴുതിയോ, എന്തുകൊണ്ട് എഴുതിയില്ല. അപ്പോൾ എക്സാം എഴുതിയില്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ മെന്റർ വിളിച്ച് കാര്യം അന്വേഷിക്കുകയും അത് പാരന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓൺലൈനിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ എക്സാം എഴുതണ്ട, അല്ലെങ്കിൽ ഓൺലൈൻ അല്ലേ അതുകൊണ്ട് അത് പഠിച്ചോ ഇല്ലയോ കാണണ്ട, അങ്ങനെ ഒന്നും വിചാരിക്കണം. നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റിയും അണ്ടർ കൺട്രോൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മുടെ മെന്ററിങ് അതിന് നിങ്ങളെ പഠനത്തിലേക്ക് സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരു മെന്ററിങ് സിസ്റ്റം അല്ലേ. അപ്പോൾ ഇ ലേണിംഗ്, മെന്ററിങ്, ക്വസ്റ്റ്യൻ സപ്പോർട്ട് ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എക്സാമിനേഷൻ ക്ലാസ് പാറ്റേൺ, അതല്ലാതെ വേറെ എന്തൊക്കെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ ബാച്ച് സ്റ്റുഡൻസിനും ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻസിനും, കാരണം ഇവരെ രണ്ടുപേരെ നമ്മൾ ഒരേ പരീക്ഷയ്ക്കല്ലേ വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റഡി മെറ്റീരിയൽസിൽ ഈ രണ്ട് ഗ്രൂപ്പും തമ്മിൽ നമുക്ക് ഒരു ഡിഫറൻസും ഇല്ല. 27 സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഓഫ്ലൈൻ ബാച്ച് റിപ്പീറ്റർ ബാച്ച് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ആ സെയിം സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ നമ്മൾ ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ മാത്രമുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ഒരു ചോയ്സ് ഉണ്ട്. ഓൺലൈൻകാർക്ക് അവർക്ക് വിത്ത് മെറ്റീരിയൽ അല്ലെങ്കിൽ വിത്തൗട്ട് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ കോഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോഴും വിത്തൗട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് മെറ്റീരിയൽ കൊടുക്കാതിരിക്കുമല്ല നമ്മൾ ചെയ്യുന്നത്. അവർക്ക് ഈ 27 ടെക്സ്റ്റും PDF ആയിട്ട് ഇ ലേണിംഗ് ഫോർമാറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വിത്ത് മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ 27 ടെക്സ്റ്റ് ഹാർഡ് കോപ്പി ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. മെറ്റീരിയൽ കയ്യിലില്ല എന്നല്ല, ഹാർഡ് കോപ്പി കയ്യിലില്ല, അത്രേ ഉള്ളൂ. ബുക്ക് വെച്ച് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടിക്ക് ഒരു പക്ഷേ ബുക്ക് കൊടുക്കാം, അതല്ല കുഴപ്പമില്ല. എപ്പോഴും ഡിജിറ്റൽ ഡിവൈസിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇ ലേണിംഗ് ആപ്പിൽ തന്നെ ഒന്ന് മറിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ PDF അവൈലബിൾ ആണ്. സോ വിത്തൗട്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴും ശരിക്കും ലിറ്ററലി വിത്തൗട്ട് മെറ്റീരിയൽ അല്ല, വിത്തൗട്ട് എ ഹാർഡ് കോപ്പി മെറ്റീരിയൽ എന്ന് പറയാം. അങ്ങനെയുള്ള ആ രണ്ട് ഓപ്ഷൻസും സ്റ്റുഡൻസിന് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെറ്റീരിയൽസ് എല്ലാം തന്നെ അതിൽ ക്ലാസ് നോട്ട് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ, വർക്ക് ബുക്ക് ഒരു റെഗുലർ ഹോംവർക്ക് ബുക്കായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ, അങ്ങനെ ഓരോരോ പാറ്റേൺ ഉണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലാസ് മെൻറ്റേഴ്സ് പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് അവർക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കോഴ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാളും കുറച്ചുകൂടെ വീട്ടിൻ്റെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട്, പല കുട്ടികൾക്കും അത് ഭയങ്കര കംഫർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കംഫർട്ടിൽ നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെയാണോ ഒരു ഓഫ്ലൈൻ കുഞ്ഞിന് കിട്ടുന്നത് ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി, കാരണം ഓൺലൈൻ ആണെന്നുള്ളൊരു പരിഗണനയും കൂടെ കൂടുതൽ കിട്ടിക്കൊണ്ടായിരിക്കും ഓൺലൈൻ കുട്ടികൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പല കുട്ടികളും നമ്മൾ ക്ലാസ്സിൻ്റെ പുറകെ തന്നെ നമ്മുടെ കൂടെ മിസ് അത് മനസ്സിലായില്ല, ആ സെൻറ്റൻസ് എന്താ അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ എഴുതിയെടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ബുക്കും കൊണ്ട് നമ്മുടെ പുറകെ ഓടി വരും. അവിടെ എനിക്ക് തോന്നുന്നു വീട്ടിലിരിക്കുന്നവർക്ക് ഒരു പരിധിയെങ്കിലും ആദ്യത്തെ ഒരു സംശയം, എൻ്റെ കുട്ടി ഓൺലൈനിലാണ് ക്ലാസ് കാണുന്നത്, അപ്പോൾ ഓൺലൈനിൽ കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കണം. അതിലപ്പുറം ഒരു ചിലപ്പം ടീച്ചർ പറഞ്ഞ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞ ഒരു ഫോമുലയിൽ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തു എന്നൊന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ എന്ത് ഫെസിലിറ്റിയാണ് ഇവർ ഉപയോഗിക്കേണ്ടത്? ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റിയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഓഫ്ലൈനിൽ ഒരു സ്റ്റുഡൻറ്റിന് 24/7 എന്നുള്ള രീതിയിൽ ഡൗട്ട് ക്ലിയറൻസ് പോസിബിൾ ആണ്. കാരണം അവർ ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, ക്യാമ്പസിലുള്ള ഫുൾ ടൈം അവരുടെ കൂടെ പ്രൊഫസേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു ഓപ്ഷൻ ശരിക്കും ഓൺലൈനിലേക്ക് വരുമ്പോൾ അതിലൊരു ചെറിയൊരു മിസ്മാച്ച് വരും. പക്ഷേ നമ്മളത് മാക്സിമം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ കോഴ്സിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ മാക്സിമം ക്ലാസ്സുകൾ ലൈവാണ്. അപ്പോൾ 8 to 10 ഇപ്പോൾ അവർക്ക് ലൈവ് സെഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ അതേ പ്രൊഫസർ തന്നെ ഒരു 15 minutes അല്ലെങ്കിൽ 20 minutes അവരുടെ കൂടെ ഡൗട്ട് ക്ലിയറൻസിന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് പോകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ എക്സ്ട്രാ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇ ലേണിംഗ് ആപ്പിൻ്റെ 24/7 വർക്ക് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് ഫോറം, അത് ഓഫ്ലൈൻകാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഓൺലൈൻകാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീക്കിലും ഇവർക്ക് വീക്കിലി എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വീക്കിലി എക്സാമിനേഷൻസിൻ്റെ തൊട്ട് മുമ്പ് ആ ടോപ്പിക്സിൻ്റെ ഒരു എക്സ്ട്രാ ഡൗട്ട് ക്ലിയറൻസ് കൂടെ പിള്ളേർക്ക് കൊടുക്കും. അപ്പോൾ മാക്സിമം അവർക്ക് ഡൗട്ടുകൾ തിരുത്തി പോകാനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ ഓൺലൈൻ ബാച്ചിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് എഴുതി വെച്ചാൽ ആ ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ ലൈവായിട്ട് തന്നെ വന്ന് പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്ത് ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ പിന്നെ ചിലർക്ക് ചെന്ന് പ്രൊഫസറിനെ കണ്ട് ഡൗട്ട് ചോദിക്കാനൊക്കെ മടിയുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല, കാരണം നമ്മളെ കാണുന്നില്ല, നമുക്ക് സൗണ്ട് ത്രൂ പ്രൊഫസറിനോട് ഡൗട്ട് ചോദിക്കാൻ മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല, കാരണം ഒന്ന് ടൈപ്പ് ചെയ്ത് നമ്മുടെ ഇ ലേണിംഗ് ആപ്പിൽ ഡൗട്ട് ഫോറത്തിൽ ഇട്ടാൽ മതി, വിതിൻ 24 hours നിങ്ങൾക്ക് അതിനെ ആൻസർ കിട്ടും. അപ്പോൾ എല്ലാം കൊണ്ടും ഡൗട്ട് ക്ലിയറൻസ് ഒരിക്കലും ഒരു ഹേർഡിലായിട്ട് ഒരു കുട്ടിക്കും തോന്നില്ല. ഓൺലൈനിലാണ് ഇരിക്കുന്നത്, ഞാൻ അധ്യാപകന്റെ അടുത്തല്ല. ഓഫ്ലൈൻകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക്
കുറച്ചും കൂടെ നെറ്റ് ആക്സസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് ഇവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ്, അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലല്ല ഓൺലൈൻകാർ. അപ്പോൾ അതുകൊണ്ട് വേറെയും ഒരു കാര്യം, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ അല്ല എന്നുള്ളപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി വേണം അവിടെ ഇരിക്കാൻ. കാരണം മറ്റേ ആൾക്ക് കസ്റ്റമൈസ്ഡ് ടാബാണ്, ക്ലാസ്സിനുള്ളിലാണ്, ബാക്കിയുള്ള മീഡിയ യൂസേജ് കമ്പാരിറ്റീവ്ലി അവർക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആവുന്നത് നിങ്ങളുടെ ഒരു കാര്യത്തിൽ മാത്രമാണ്. ഇവിടുന്ന് ഡൗട്ട് ക്ലിയറൻസിനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിലോ ഒരു കാര്യത്തിലും നിങ്ങൾക്കൊരു റെസ്ട്രിക്ഷൻ വരില്ല. ഇനി ഒരു കാര്യം കൂടെ ഏറ്റവും ഫൈനലായിട്ട് ഞാൻ ചോദിച്ചു നിർത്താൻ പോകുന്നത്, ഇവർക്ക് ഇപ്പോൾ പല കുട്ടികളും ചിലപ്പോൾ ഈ എങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കോളർഷിപ്സ് എന്തെങ്കിലും അവൈലബിൾ ആണോ, ഇവർ ഒത്തിരി നന്നായിട്ട് പഠിച്ചിട്ട് ചിലപ്പോൾ ഒരു കുറച്ച് മാർക്സിനൊക്കെ മിസ്സായി പോയവരൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ സ്കോളർഷിപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത്? ശരിക്കും നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് സ്റ്റുഡൻസിനും ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻസിനും സ്കോളർഷിപ്പുകളെല്ലാം തന്നെ സെയിം ആണ്. ഇപ്പോൾ അവരുടെ +2 മാർക്ക് അല്ലെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ അങ്ങനെ ഒരു റിലേറ്റ് ചെയ്ത് ഇപ്പോൾ 10 to 100% സ്കോളർഷിപ്പ് സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ brilliantbala.org വെബ്സൈറ്റിൽ അവർ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 2025 നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറാണ് നീറ്റ് സ്കോറിൻ്റെ സ്കോളർഷിപ്പിന് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ +2 ആണെങ്കിൽ അവരിപ്പോൾ ഈ വർഷം പാസ്സായ സ്റ്റുഡൻസ് ആണെങ്കിലും അതിന് മുമ്പത്തെ വർഷം പാസ്സായ സ്റ്റുഡൻസ് ആണെങ്കിലും +2 മാർക്ക്, അത് CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും അതർ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും അതിനും ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള സ്കോളർഷിപ്പ് സ്റ്റുഡൻസിന് അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ അവർക്ക് സ്കോളർഷിപ്പിനെ കുറിച്ചും വറീസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വേറെയും ഒരു കാര്യം നേരത്തെ പറഞ്ഞു, ഓൺലൈൻ ഏറ്റവും അവസാനമൊക്കെ ആകുമ്പോൾ മോഡൽ എക്സാംസ് ഓഫ്ലൈൻകാരുടെ കൂടെ തന്നെ ആയിരിക്കും ഇവരും എഴുതുന്നത് അല്ലേ, അല്ലാതെ ഓൺലൈൻ മാത്രമായിട്ട് എഴുതുന്നില്ല. ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ശരിക്കും ഈ ടോപ്പിക്കുകൾ അവസാനിക്കുന്ന ഏകദേശം ഒരു ഇപ്പോൾ ഓഗസ്റ്റ് 25 തുടങ്ങുന്ന ബാച്ച് ആണെങ്കിലും അവർക്ക് ജനുവരി ഒരു 10th 15th ഇടയ്ക്ക് തന്നെ എന്താണെങ്കിലും ടോപ്പിക്കുകൾ എൻഡ് ചെയ്യും. അങ്ങനെ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിനറിയാം, നമുക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ബ്രില്യനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മോഡൽ എക്സാം സീരീസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ഇവന്റ് ആണ്, നമ്മുടെ നീറ്റിന് മുമ്പ് നടക്കുന്ന അല്ലേ, കേരളത്തിൽ വലിയൊരു ഇവന്റ് ആണ്. അപ്പോൾ ശരിക്കും 90 ദിവസം കൊണ്ട് പിള്ളേർ ഏകദേശം ഒരു 125 മുകളിൽ എക്സാമിനേഷൻസ് എഴുതുന്ന വലിയൊരു ഇവന്റ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ, അതായത് ജനുവരി തന്നെ പിള്ളേരുടെ ടോപ്പിക്കുകൾ ഓഗസ്റ്റ് 25 ബാച്ചിൻ്റെതും അവസാനിക്കും. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ത്രൂ ഔട്ട് നടക്കുന്ന മോഡൽ എക്സാമിനേഷൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്ക് അഡീഷണൽ സെൻറ്ററുകൾ എല്ലാ ജില്ലകളിലും ഉണ്ടാവും. ഓഫ്ലൈൻ എഴുതേണ്ടവർക്ക് ഓഫ്ലൈൻ എഴുതാം, അല്ല ഇനി ഓൺലൈനാണ് എഴുതാൻ താല്പര്യമെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ ഇതിന് പുറമെ ലാസ്റ്റത്തെ മോഡൽ ഇപ്പോൾ വീക്ക്ലി എക്സാം ഉൾപ്പെടെ ദുബായിൽ അവർക്ക് സെൻറ്റർ ഉണ്ട് താല്പര്യമുള്ളവർക്ക്. പിന്നെ ലാസ്റ്റ് മോഡൽ എക്സാമിൻ്റെ സമയത്ത് ബാംഗ്ലൂർ അവർക്ക് സെൻറ്റർ വരും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ എക്സാമുകളെല്ലാം ഓഫ്ലൈൻകാർക്കും ഓൺലൈൻകാർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, ഇവർ ഒന്നിച്ച് തന്നെയാണ് മത്സരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് ഒന്നിച്ചായിരിക്കും. അപ്പോൾ രണ്ട് രീതിയിലാണ് പഠിച്ചതെന്നുള്ളത് ഒരിക്കലും എക്സാമിനെ ഒരു തരത്തിലും ബാധിക്കില്ല. പിന്നെ ശരിക്കും രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പാലാ മെയിൻ സെന്ററിൽ നിന്നാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സ് എയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവരിവിടെ റൂം നമ്പർ 202 ഇരുന്നൊരു കൊച്ച് പഠിക്കുവാണെങ്കിൽ അതിന് തൊട്ടടുത്ത് റൂം സ്റ്റുഡിയോയിൽ ഒരു പ്രൊഫസർ അതേ സമയത്ത് നിന്ന് ക്ലാസ് എടുക്കുക ഓൺലൈൻ സ്റ്റുഡൻസിന്. അപ്പോൾ അവർ ഫിസിക്കലി ഇവിടെ പ്രസന്റ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ, ആ റിസോഴ്സുകളെല്ലാം ത്രൂ ലേണിംഗ് പ്ലാറ്റ്ഫോം സ്റ്റുഡൻസിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ എനിക്ക് പഠിക്കണോ പഠിക്കണ്ടേ എന്നുള്ള ഡിസിഷനേക്കാൾ ഉപരി അത് എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം, അതാണ് ഒരു വൈസ് ഡിസിഷൻ. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് തുറക്കുന്ന നിങ്ങൾ എടുക്കുന്ന ആ ഒരു കീ ഡിസിഷൻ തന്നെയായിരിക്കും നാളെ നിങ്ങൾ എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം നിങ്ങൾക്ക് ഒരു ഓൺലൈനിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഡിജിറ്റൽ ഡിവൈസിൻ്റെ മുൻപിലിരുന്ന് കുറച്ച് സമയം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ കുട്ടിക്ക് ഇനി കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കില്ല, അത് ഞങ്ങൾ ക്ലിയർ ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പോൾ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ എന്നാ തുടങ്ങുന്നത്? ഓഗസ്റ്റ് 25 മൺഡേ നമ്മുടെ റിപ്പീറ്റർ മെഡിക്കൽ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കും. അപ്പോൾ ഞങ്ങളിത് എൻറ്റയർ ബ്രില്യൻറ്റ് ഫാമിലി ഈസ് വെയിറ്റിംഗ് ഫോർ യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.